അപ്പൊ ഇന്ന് നമ്മളുടെ +2 റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം നല്ല ടെൻഷനിലായിരിക്കും എന്നറിയാം. അതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഒരേ ഒരു കാര്യം ആലോചിക്കാം, നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് എന്തായാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ആൻഡ് ഒരേ ഒരു കാര്യം ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. അതായത് ഇപ്പൊ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫീൽഡ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പൊ +2 നോക്കുന്ന സമയത്ത് ആ ഒരു ഫീൽഡിലുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചൂസ് ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവർ പറയും ചിലപ്പോൾ മാർക്ക് കുറവല്ലേ എന്തിനാ ചൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. എനിക്ക് +2 ഫിസിക്സിനായിരുന്നു മാർക്ക് കുറവുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ഞാൻ അതിലാണ് ഇപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും പറ്റും. മാർക്ക് കുറവായതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിനെ മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് പിന്നീട് അതിൽ ഉറപ്പായിട്ടും എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ആൻഡ് ഇന്നത്തെ റിസൾട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ റിസൾട്ട് ഈ താഴെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ആൻഡ് എല്ലാവർക്കും ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.